ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ, ഇവിടെ നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊരു കൂടുപോലെയാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പ് വളരെ നേരിയതാണ്. ഒരു കാല് പിന്നോട്ട് വെച്ചാൽ ആൾ വീഴും. ആ മട്ടിലാണ്. അപ്പം നമ്മളെ ഒരു രീതിക്കത് പറ്റുന്നതല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും വളരെ വിശദമായി സംസാരിക്കേണ്ട പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് മറ്റു വിഷമമില്ല എന്നാണ് തോന്നുന്നത്. അതായത് ഇനിയെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഈ കൂട്ടിലേക്ക് ആളെ കയറ്റി നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ കോളേജിൽ എപ്പോഴും ഇതുണ്ടാവുമല്ലോ. അതാണ് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം. നമ്മുടെ ഇന്നത്തെ ചടങ്ങ് എല്ലാം കൊണ്ടും ഔചിത്യപൂർവമായ ഒന്നാണ്. മോയാരത്തിൻ്റെ സ്മരണയുടെ ഭാഗമായി കടന്നപ്പള്ളിക്ക് പുരസ്കാരം നൽകിക്കൊണ്ടുള്ള ചടങ്ങ് എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായ ഔചിത്യ ഭംഗി ഇവിടെ പറഞ്ഞു. കടന്നപ്പള്ളിയുടെ വിശുദ്ധിയെക്കുറിച്ച്, മോയാരത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എല്ലാ അർത്ഥത്തിലും നല്ല വിശുദ്ധി നിലനിർത്തുന്ന വ്യക്തികൾക്ക് നൽകാനാണ് ഇതേവരെ ഫൗണ്ടേഷൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ മോയാരത്ത് ശങ്കരൻ ഫൗണ്ടേഷനും മോയാരത്ത് ശങ്കരൻ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററും മോയാരത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങളാണ്. മോയാരം നമ്മുടെ നാടിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആരുടെയും മനസ്സിൽ വേദനയുളവാക്കുന്ന കാര്യമാണ്. മോയാരത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു മോയാരം എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആദ്യകാല നേതാക്കളിൽ ചിലർ കോൺഗ്രസ് വിടുകയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ രൂപീകരിക്കുന്നതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. മോയാരം കോൺഗ്രസിൻ്റെ ചരിത്രമെഴുതിയ കോൺഗ്രസ് നേതാവായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. കെ കേളപ്പൻ്റെ സമശീർഷകനായി പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാട് സ്വീകരിച്ചതോടെ മോയാരം അന്നത്തെ കോൺഗ്രസിൻ്റെ കണ്ണിലെ കരടായി. അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ നല്ല പ്രായമുള്ള അവസ്ഥയിലെത്തിയിരുന്നു. അങ്ങനെ ഉള്ള മുതിർന്ന പൗരനെന്ന നിലക്ക് ജീവിച്ചു വരുന്ന മോയാരം അക്കാലത്ത് ഇവിടത്തേക്ക് നടന്നു വരികയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അക്കാലത്തെ ക്രിമിനൽ സംഘം, അവരുടെ പേരൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ക്രിമിനൽ സംഘം കാണുകയും ആക്രമിക്കുകയും ചെയ്തു. മോയാരം ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ തല്ലാൻ പോയ ആളായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളുമായിരുന്നില്ല. ആകെ കോൺഗ്രസ്സുകാർ കണ്ട അപരാധം അദ്ദേഹം കമ്മ്യൂണിസ്റ്റായിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തെ പിടികൂടുകയും ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തത്. ആ മർദ്ദനത്തിന് ശേഷമാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. പോലീസും അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അക്കാലത്ത്
കമ്മ്യൂണിസ്റ്റുകാരെ മർദ്ദിക്കുക എന്നതിൽ വലിയ തോതിൽ സായുജ്യം കാണുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, സർവീസിലിരുന്നു കൊണ്ട് ഭീകരത അഴിച്ചുവിട്ടവർ, അവർ ഒരു ദയാവായ്പുമില്ലാതെ ആ പ്രായമുള്ള മനുഷ്യനെ അതിഭീകരമായി മർദ്ദിച്ചു. തുടർന്ന് അതിൻ്റെ ഭാഗമായി തന്നെ അവശനാകുന്നു, ജയിലിലെത്തുന്നു. ജയിലിലും ഈ എല്ലാ തലങ്ങളിലും മർദ്ദനം തുടരുകയാണ്. ജയിലിലും മർദ്ദനം നടക്കുന്നു. ഇതൊന്നും താങ്ങാനുള്ള ശാരീരിക ശേഷി സ്വാഭാവികമായും ആ ഘട്ടത്തിൽ മോയാരത്തിനില്ല. അങ്ങനെ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഇരുണ്ട ഒരു ചരിത്രമാണ്. എന്തായിരുന്നു ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് തെളിയിച്ചു എന്നാണ്. മോയാരത്തിനെ തല്ലിക്കൊന്നുവെന്ന് കേട്ടപ്പോൾ കേളപ്പന് പോലും, കേളപ്പൻ കുറുവടിപ്പട ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഓർമ്മ വേണം. ആ കേളപ്പന് പോലും തൻ്റെ സംഘം ഈ തരത്തിൽ അധപ്പതിച്ചല്ലോ എന്നോർത്ത് മോയാരത്തിൻ്റെ ആ രക്തസാക്ഷിത്വത്തെ വലിയ തോതിൽ ആദരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ ഈ അക്രമികളെ തള്ളിപ്പറയേണ്ടതായി വന്നു. അതെല്ലാമാണ് മോയാരത്തെ ഓർക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന കാര്യം. മോയാരത്തിനെ കൊല ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് കളയാം എന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. മോയാരം മാത്രമല്ല, ഒട്ടേറെ പ്രധാനപ്പെട്ട ആളുകളുടെ നേർക്കാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ നേർക്കാണ്, പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ നേർക്കാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളർന്നു പോവുകയല്ല ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇനി ചെങ്കൊടി ഉയരില്ല എന്ന് ആ കാലത്ത് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത്ര കണ്ട് ഭീകരമായ അന്തരീക്ഷമായിരുന്നു എല്ലാ സ്ഥലത്തും. കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷേ ആ നിലയിൽ പിന്നീട് അത്ഭുതകരമായ മാറ്റം വരുന്നതാണ് നാം കണ്ടത്. അത് ഏത് തരത്തിൽ മാറ്റമുണ്ടാക്കി എന്നതാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം നൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നതിലൂടെ കണ്ടത്. അതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം. മോയാരത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന പുരസ്കാരം കടന്നപ്പള്ളിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിനതിൻ്റേതായ ഔചിത്യ ഭംഗിയുണ്ട്. കടന്നപ്പള്ളിയും കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു നമുക്കറിയാം. ഇപ്പോഴും ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ വലിയ തോതിൽ മനസ്സിൽ ആരാധിച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഗാന്ധിയൻ മാർഗങ്ങൾ ശരിയായ രീതിയിൽ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവുമാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം പിന്നീട് ഒരു ഘട്ടത്തിൽ ആ ബന്ധം വിച്ഛേദിക്കുകയും കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുമായും ഇടതുപക്ഷമായും സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായി പ്രവർത്തിച്ചു വരികയാണ്. എല്ലാ ഘട്ടത്തിലും ഇവിടെ പറഞ്ഞതുപോലെ നല്ല വിശുദ്ധി നിലനിർത്തി പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പുരസ്കാരം കടന്നപ്പള്ളിക്ക് നൽകിയതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.